എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര ഉരുകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിൽ തന്നെ ചെയ്യുന്നതാകും കൂടുതൽ ടേസ്റ്റ്. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുന്തോറും ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അരമുറി തേങ്ങയാണ് ചിരകിയത് ചേർത്തിട്ടുള്ളത്. ഈ തേങ്ങ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പൊടി കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വീറ്റ് ഫ്ലോറും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് മോൾഡിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റീൽ പാത്രങ്ങളിലോ നമുക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും പാത്രങ്ങളിലൊക്കെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഈ പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പഴത്തിൻ്റെ കൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂ വെച്ച് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ ഒക്കെ എല്ലായിടത്തും ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റീമറിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീമർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു വയർ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ കേക്ക് മോൾഡ്, അതായത് ഈ മോൾഡ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന മോഡിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. എനിക്കിപ്പോൾ 40 മിനിറ്റാണ് എടുത്തത്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇത് വെന്തോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം.
അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.